കുറിച്യർ തറവാട്ടിലെ ഉത്സവങ്ങളിൽ ഒരുപാട് ആചാരങ്ങളും ചടങ്ങുകളുമുണ്ട്. എല്ലാം കാണാനും മനസ്സിലാക്കാനും പറ്റിയില്ലെങ്കിലും കണ്ടതും ശ്രദ്ധിക്കപ്പെട്ടതുമായ ചില ചടങ്ങുകളെ നമുക്കൊന്ന് കാണാം. കുറിച്യരുടെ കുലദേവതാ സ്ഥാനത്തുള്ള മലക്കാരി ദേവന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് കുംഭസമർപ്പണം. കുംഭസമർപ്പണത്തിന് കുംഭം നിറയ്ക്കണം. കാട്ടിൽ നിന്നും വെട്ടിക്കൊണ്ടുവരുന്ന വലിയ മുളകളെയാണ് കുംഭം എന്ന് വിളിക്കുന്നത്. ഈ വലിയ മുളയിൽ കള്ള് നിറച്ച് അതാണ് സമർപ്പിക്കുക. ഇതിനെയാണ് കുംഭസമർപ്പണം എന്ന് വിളിക്കുന്നത്. നായാട്ട്, കാട്ടിൽ നിന്നും മരം മുറിക്കൽ ഇതൊക്കെ ഇന്ന് നിയമവിരുദ്ധമാണ്. എന്നാൽ ഉത്സവ ചടങ്ങുകൾക്ക് വേണ്ടി പ്രത്യേകം അനുവാദമെടുത്താണ് ഇത്തരം ആചാരങ്ങൾ നടത്തുന്നത്. കാട്ടിനുള്ളിൽ പോയി വലിയ മുളകൾ വെട്ടിക്കൊണ്ടുവരും. എത്ര കുംഭമാണോ നേർന്നിട്ടുള്ളത് അത്രയും മുളകൾ വെട്ടിക്കൊണ്ടുവരും. കുറിച്യർക്ക് മാത്രമല്ല, ഭഗവാന് കുംഭം ആർക്ക് വേണമെങ്കിലും സമർപ്പിക്കാം. കുംഭം സമർപ്പിക്കുന്നവർക്ക് പ്രത്യേകം വ്രതവും ചിട്ടകളും ഒക്കെയുണ്ട് എന്ന് മാത്രം. ഉത്സവ സമയത്തല്ലെങ്കിലും തുലാം 10 പോലെയുള്ള ദിവസങ്ങളിൽ നായാട്ട് ഇന്നുമുണ്ടത്രേ. സർക്കാരിന്റെ അനുവാദം വാങ്ങി നായാട്ട് നടത്തും. നായാട്ടിലുമുണ്ട് കുറിച്യർക്ക് പണ്ടുമുതലേ പിന്തുടരുന്ന ഒരു സംസ്കാരം. ഗർഭിണിയായ മൃഗങ്ങളെ വേട്ടയാടില്ല, ഗോമാംസം കഴിക്കില്ല. അതുകൊണ്ട് തന്നെ മാട് പോലെയുള്ള വലിയ മൃഗങ്ങളെ വേട്ടയാടില്ല. ഗോമാംസം അല്ലെങ്കിൽ ബീഫ് എന്നത് വലിയ വിവാദമായ ഈ കാലത്ത് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന കുറിച്യർ സമുദായം ഇന്നും ബീഫ് കഴിക്കില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. കുംഭം നിറയ്ക്കുക, അത് കഴിഞ്ഞ് കുംഭങ്ങളെടുത്ത് ഉത്സവത്തറയുടെ അടുത്തേക്ക് കൊണ്ടുവയ്ക്കുക, തിരിച്ചു കുത്തനെ എടുത്തു കൊണ്ടുവന്ന് മലക്കാരിക്ക് സമർപ്പിക്കുക തുടങ്ങിയ ചടങ്ങുകളൊക്കെ കാണേണ്ടത് തന്നെയാണ്. രാത്രി കുംഭത്തിൽ കള്ളു നിറയ്ക്കുന്നത് മുതൽ പിറ്റേന്ന് രാത്രി മലക്കാരിക്ക് സമർപ്പിക്കുന്നതുവരെ കുംഭപ്പാട്ട് ചെണ്ടകൊട്ടി പാടിക്കൊണ്ടേയിരിക്കും. 3 പേരടങ്ങുന്ന സംഘം മാറി മാറിയാണ് കുംഭപ്പാട്ട് പാടുന്നത്. മലക്കാരി, മുത്തപ്പൻ, ഗുളികൻ, ഭഗവതി, മലദൈവങ്ങൾ തുടങ്ങി ഒട്ടേറെ തെയ്യങ്ങളുണ്ട് കക്കോട്ടറയിൽ. കൂടാതെ വെള്ളാട്ടങ്ങളും കരടി വേഷങ്ങൾ വേറെയും. കാരണവരുടെ നഗൽ ഭാവവും പുറങ്കാലന്മാരും കോമരങ്ങളുമൊക്കെയായി ദേവാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് ഭാവങ്ങൾ. അതിലെ വളരെ പ്രത്യേകതയുള്ള മറ്റൊരാചാരമാണ് മലദൈവങ്ങളെ വിളിക്കാൻ കാട്ടിലേക്ക് പോകുന്ന ചടങ്ങ്. സന്ധ്യയ്ക്ക് ശേഷം പുറങ്കാലന്മാരും കാരണവന്മാരും കോമരങ്ങളുമൊക്കെയായി ഭക്തരോടൊപ്പം കാട് കയറും. മലദൈവങ്ങൾക്ക് കാട്ടിൽ കഴിയാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ അവർ നാട്ടിലേക്ക് ഇറങ്ങി വരില്ല. അതുകൊണ്ടാണ് അവരെ പോയി വിളിച്ചു കൂട്ടിക്കൊണ്ടുവരുന്നത്. മലയുടെ മുകളിലുള്ള സങ്കല്പങ്ങൾക്ക് സമീപം എത്തിയാൽ അവിടെ കുറച്ച് ചടങ്ങുകളുണ്ട്. തുടർന്ന് ദേവാംശം ശരീരത്തിൽ ആവാഹിക്കുന്നതോടെ പുറങ്കാലന്മാർ കാടുകളിലേക്ക് ഓടിക്കയറും. ഇരുട്ടിലൂടെ ഓടി വളരെ ഉറപ്പുള്ള ചൂരൽ തണ്ടുകൾ പറിച്ചെടുത്ത് തിരിച്ചോടി വരും. ചൂരൽ വളരെ ഉറപ്പും അതിലേറെ നിറയെ മൂർച്ചയുള്ള മുള്ളുകളുമുള്ള ഒരു ചെടിയാണ്. അങ്ങനെയുള്ള തണ്ടുകളാണ് വെറും കൈകൊണ്ട് വളരെ ലാഘവത്തോടെ ക്ഷണനേരം കൊണ്ട് പറിച്ചു കൊണ്ടുവരുന്നത്. നീളത്തിലുള്ള ചൂരൽ ശരീരത്തിലും മുടുത്ത മുണ്ടിലുമെല്ലാം കുരുങ്ങും. ചിലപ്പോൾ മുറിഞ്ഞു ചോര വരും. അതൊന്നും അവർക്ക് വിഷയവുമല്ല. ചിലർ ആ ചൂരലിൽ കിടന്ന് ഉരുളുന്നതും കാണാമായിരുന്നു. അന്ന് രാത്രിയിൽ തന്നെ ചൂരലുമായി മലയിറങ്ങി വന്ന് അത് മലക്കാരിയുടെ മുന്നിൽ വയ്ക്കും. പിറ്റേന്ന് കോലാധാരികൾ വേഷമിട്ടതിന് ശേഷം മലദൈവങ്ങളുടെ ചൈതന്യം വേഷമിട്ടവരിലേക്ക് പകരുന്നതിലൂടെ ദൈവചൈതന്യം അവരിലേക്ക് മാറുകയും അവർ ദൈവഭാവം കാണിക്കാൻ തുടങ്ങുകയും ചെയ്യും. ആ ചടങ്ങും വളരെ മനോഹരമുള്ളതാണ്. നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ മലദൈവങ്ങൾ ഇടയ്ക്കിടെ കാട്ടിലേക്ക് ഓടിപ്പോകാൻ തുടങ്ങും. മലദൈവങ്ങളെ തടഞ്ഞു നിർത്തുന്നതും കാണാമായിരുന്നു. കക്കോട്ടറ തറവാടിന് ഒരുപാട് ഏക്കർ സ്ഥലമുണ്ട്. തറവാടിന്റെ പ്രതാപമാണിത് കാണിക്കുന്നത്. ഈ സ്ഥലത്തൊക്കെ അവർ പലതരത്തിലുള്ള കൃഷിയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൃഷി ചെയ്തെടുക്കുന്ന നെല്ലുകൊണ്ടാണ് ഉത്സവ സമയത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനവും മറ്റും നൽകുന്നത്. ഉത്സവത്തിന്റെ 3 ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നത് അവർ കൃഷി ചെയ്തെടുത്ത വിഭവങ്ങളാണ്. അടുത്ത കാലം വരെ 100 കണക്കിന് പശുക്കൾ ഉണ്ടായിരുന്നു തറവാടിന്. 100ഓളം ആളുകളും ഉണ്ടായിരുന്നു വീട്ടിൽ. ഇന്ന് ഒരു കുടുംബം മാത്രമേ തറവാട്ടിൽ താമസിക്കുന്നുള്ളൂ. പഠനത്തിന്റെയും പല മേഖലകളിൽ ഉള്ള ജോലിയുടെയും ഒക്കെ ഭാഗമായി പലരും മറ്റു പലയിടത്തുമാണ് താമസിക്കുന്നത്. ഉത്സവ സമയത്ത് എല്ലാവരും ഒന്നിച്ചു ചേരുകയും ചെയ്യും. ശുദ്ധിയുടെയും വൃത്തിയുടെയും കാര്യത്തിൽ വളരെ നിഷ്ഠയാണ് കുറിച്യർക്ക്. വീടിന് പുറത്തുനിന്നും ഭക്ഷണമൊന്നും കഴിക്കുകയേയില്ല. ഇന്നും അങ്ങനെയൊക്കെ കഴിയുന്നവരുണ്ട്. അന്യരുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കില്ല. നമ്പൂതിരിയുടേതായാലും നായരുടേതായാലും അന്യ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കില്ലായിരുന്നു അവർ. ഗോമാംസം കഴിക്കുകയേയില്ല. കുടുംബത്തിൽപ്പെട്ടവരെ കല്യാണം കഴിക്കാൻ പാടില്ല. അഥവാ കഴിച്ചാൽ സമുദായത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കും.
അങ്ങനെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ ഇന്നും വയനാട്ടിലുമുണ്ട്. ഇങ്ങനെ പുറത്താക്കപ്പെട്ടവരെ തേടിപ്പിടിച്ച് മതം മാറ്റി ക്രിസ്ത്യാനിയാക്കുന്ന വലിയൊരു സംഘം വേറെയും ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. വയനാട്ടിലെ പ്രസിദ്ധമായ പള്ളിക്കുന്ന് പള്ളി പണ്ടുകാലത്ത് കുറിച്യരുടെ ആരാധനാ കേന്ദ്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്നും ഈ പള്ളിയിലെ ആചാരങ്ങൾക്ക് കേരളത്തിലെ ഹിന്ദു ആചാരങ്ങളുമായി സാമ്യമുള്ള പല രീതികളും പിന്തുടരുന്നുണ്ട്. ഫ്രഞ്ച് മിഷണറിമാർ ആ പ്രദേശത്തുള്ള കുറിച്യരെ മതം മാറ്റുകയായിരുന്നു അത്രേ. ക്രിസ്ത്യൻ മതത്തിലെത്തിയെങ്കിലും തങ്ങൾ പാരമ്പര്യമായി കൊണ്ടുനടന്ന ആചാരങ്ങൾ കൈവിടാൻ തയ്യാറാകാത്തതാകാം ഹൈന്ദവ രീതിയിലുള്ള ആചാരങ്ങളും പള്ളിയുടെ ഭാഗമായി തീർന്നത്. എന്നാൽ സമുദായത്തിൽ നിന്നും പല കാരണങ്ങളാൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിട്ടും മറ്റു മതങ്ങളുടെ പ്രലോഭനങ്ങളിൽ വീഴാതെ പാരമ്പര്യമായ ആചാരങ്ങളിൽ അടിയുറച്ചു കഴിയുന്നവരും കുറേയുണ്ട് അവിടെ. മതം മാറിയ കുറിച്യരെ പാതിരി കുറിച്യർ എന്നാണ് പൊതുവെ മറ്റുള്ളവർ വിളിക്കുക. അങ്ങനെ വളരെ നിഷ്ഠയോടുകൂടി കണിശമായി ആചാരങ്ങൾ സംരക്ഷിക്കുന്നത് മുതലാക്കാൻ തക്കം പാർത്തിരിക്കുന്നവരും ഉണ്ട്. പ്രധാനപ്പെട്ട സൈനിക വിഭാഗമായിരുന്നു കുറിച്യ വിഭാഗം. ബ്രിട്ടീഷുകാർ വളരെ വൈരാഗ്യബുദ്ധിയോടുകൂടി കുറിച്യ വിഭാഗത്തോട് പെരുമാറാനായിട്ട് തുടങ്ങി. അവരെ ഇല്ലാതാക്കാനായിട്ട് പരിശ്രമിക്കുന്ന കാലഘട്ടത്തിൽ ഈ പള്ളിക്കുന്നിൽ കുരിശു നാട്ടിക്കൊണ്ട് ഒരു മിഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ അത് സായിപ്പച്ചനായതുകൊണ്ട് ഇന്നത്തെ കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ഒരു വലിയ വിഭാഗം, ഒരു സൈന്യം, അവർ ഈ സായിപ്പച്ചൻ്റെ സംരക്ഷണം തേടുകയും ആ സായിപ്പച്ചൻ അവരെ തന്നോട് ചേർത്ത് നിർത്തുകയും ചെയ്തു. ഈ ചടങ്ങ് കഴകത്ത് നഗലിനെ കാണൽ എന്നാണ് പറയുക. കാരണം അവർ കുടുംബങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും ശാസനകളും ഒക്കെ കൊടുക്കുന്നത്, അത് അംഗങ്ങൾ സ്വീകരിക്കുന്നതുമൊക്കെ വ്യത്യസ്തമായ ചടങ്ങുകളാണ്. പുതിയ തലമുറയിലെ ആചാരങ്ങളോടുള്ള അശ്രദ്ധയും മറ്റുമാണെന്ന് തോന്നുന്നു. കാരണം അവർ വളരെ കണിശത്തോടെ പറയുന്നത് അതിരാളൻ, വേട്ടക്കാളൻ, പുള്ളിയാളൻ, പുള്ളിയാരതൻ, പുലിച്ചാടിച്ച് മുത്താച്ചി ഭഗവതി, അങ്ങനെ ഒരുപാട് ദൈവക്കോലങ്ങളുണ്ട് ഉത്സവത്തിന്. എല്ലാവരും കുടുംബാംഗങ്ങളുമായി കളിച്ചു രസിച്ചു നടക്കുന്നു എന്നതാണ് രസകരമായ കാഴ്ച. വേട്ടയ്ക്ക് കാവൽ നിൽക്കുന്നവൻ വേട്ടക്കാളൻ. ഇരുവരും പൂർണ്ണമായും വനത്തിൽ താമസിക്കാൻ താല്പര്യമുള്ളവരാണ്. ഇരുവരും മലക്കാരിയുടെ സഹായികളാണ്, സേനാനായകരുമാണ്. ഇതിൽ അതിരാളനെ കുറിച്ച് സമൂഹം മൂന്നാം തെയ്യം എന്നും വിളിക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നേർച്ച തേങ്ങ എറിയുന്നതും അവസാനം മുത്താച്ചി ഭഗവതി അത് എറിഞ്ഞുടക്കുന്നതുമൊക്കെ ഉത്സവത്തിന്റെ വ്യത്യസ്തമായ ചടങ്ങുകളാണ്. അതിർ ആളുന്നവൻ ആണ് അതിരാളൻ. അതായത് ഓരോ ദേശത്തിന്റെയും അതിർ കാക്കുന്നവനാണ് അതിരാളൻ. എല്ലാത്തിന്റെയും നടത്തിപ്പുകാരൻ അതിരാളനാണെന്നാണ് സങ്കല്പം. അതിരാളന് ആയുധങ്ങളായി ചിലയിടങ്ങളിൽ അമ്പും വില്ലും മറ്റു ചിലയിടങ്ങളിൽ വാളും പരിചയമാണ് കാണാറ്. എന്നാൽ വേട്ടക്കാളന് വാളും പരിചയം തന്നെ എല്ലായിടത്തും. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ആചാരങ്ങളും സമ്പ്രദായങ്ങളുമായി 3 ദിവസത്തെ ഉത്സവം അവർ ജീവിതത്തിൽ പുലർത്തുന്ന നിഷ്ഠകളുടെ ഒരു ആവിഷ്കാരം തന്നെയാണ്. അടിയുണ്ടേ തളിയുണ്ടേ അങ്ങിരുമട്ടൂരിടത്തിൽ, അടിയില്ല തളിയില്ല പുളിഞ്ഞാൽ മണ്ഡപത്തിൽ, പുളിച്ചിറ്റും കതിർവാഴും കൊട്ടയാട്ടങ്ങിടത്ത്, മതം കൊണ്ടുറഞ്ഞിടും വളാരം കോട്ടയിലെ മലദൈവം മലക്കാരി സ്തുതിച്ചു ഞാൻ കൈതൊഴുന്നേ.